ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ബോളിവുഡിലെ കിരീടം വെക്കാത്ത രാജാവ് സാക്ഷാൽ ഷാരൂഖ് ഖാൻ. ഒരു തലമുറയെ മുഴുവൻ റൊമാൻസ് പഠിപ്പിച്ച മനുഷ്യന് റിയൽ ലൈഫിലും വലിയൊരു റൊമാൻസ് കഥ തന്നെയുണ്ട്. ഒരു സാധാരണക്കാരനായ ഷാരൂഖിന് സിനിമാ ലോകം എന്ന് പറയുമ്പോൾ വളരെയധികം കയ്യെത്തും ദൂരത്തായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ ലോകത്തേക്കെത്തി, അവിടം കീഴടക്കി. എന്നാൽ ബോളിവുഡിലെ കിങ്കാണെന്ന് കാലം അദ്ദേഹത്തെ പിന്നീട് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് കുടിയേറിയ മുസ്ലിം കുടുംബമാണ് ഷാരൂഖ് ഖാൻ്റേത്. 16-ാം വയസ്സിൽ തന്നെ ഷാരൂഖിന് അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മയാണ് അദ്ദേഹത്തെ വളർത്തിയത്. അഭിനയമാണ് മകൻ്റെ സ്വപ്നമെന്ന് മനസ്സിലാക്കിയ അമ്മ ഡൽഹി ഇന്റർനാഷണൽ ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഷാരൂഖ് ഖാന് അഡ്മിഷൻ എടുത്ത് പഠിപ്പിച്ചു. എന്നാൽ തൻ്റെ സിനിമാ പ്രവേശനത്തിന് മുൻപേ തന്നെ അമ്മയും മരണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. പിന്നീട് തനിച്ചുള്ള യാത്രയായിരുന്നു. ബോളിവുഡ് സിനിമയുടെ കോട്ട മുംബൈ ആണെന്ന് തിരിച്ചറിഞ്ഞ ഷാരൂഖ് ഡൽഹിയിൽ നിന്നും അങ്ങോട്ടേക്ക് ചേക്കേറി. എന്നാൽ ബോളിവുഡ് സിനിമാ ലോകത്തേക്ക് കയറിപ്പറ്റാൻ അത്ര എളുപ്പമായിരുന്നില്ല. വലിയ വലിയ സിനിമാ കുടുംബങ്ങൾ ഭരിക്കുന്ന ഇടം. അവിടെ ഒരു സാധാരണക്കാരൻ അവസരം ചോദിച്ചു എന്നാൽ തഴയപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവസരം തേടി മുംബൈയിലേക്ക് വന്നപ്പോൾ ഒരു സിനിമയിലും ഷാരൂഖിനെ അഭിനയിപ്പിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. സിനിമയിൽ ഒരു അവസരത്തിന് വേണ്ടി മുംബൈ നഗരത്തിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന കാലം. ഓരോ സിനിമയിലും അവസരം ചോദിച്ചു ചെല്ലുമ്പോൾ അഭിനയിപ്പിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഒരു റൂം എടുത്ത് താമസിക്കാൻ പോലും കയ്യിൽ പൈസയില്ലാതെ മുംബൈ നഗരത്തിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീരിയലുകളിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത്, അതും ജൂനിയർ ആർട്ടിസ്റ്റായി സീരിയലുകളിൽ അഭിനയിക്കുമ്പോഴും ബോളിവുഡിന്റെ വലിയ വാതിൽ തനിക്ക് മുന്നിൽ തുറക്കുമെന്ന പ്രതീക്ഷ കൈവിട്ടില്ല. ഒന്നും എളുപ്പത്തിൽ കിട്ടില്ല, കഷ്ടപ്പെട്ട് നേടുന്നതിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന അച്ഛൻ്റെ വാക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ഷാരൂഖ് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ദീവാന എന്ന ചിത്രത്തിൽ അവസരം കിട്ടി. ആദ്യ ചിത്രം തന്നെ മികച്ച വിജയമായി തീർന്നതോടെ ബോളിവുഡ് സിനിമാ ലോകത്തെ വലിയ വാതിൽ അദ്ദേഹത്തിന് മുന്നിൽ തുറക്കപ്പെട്ടു. പിന്നീട് ഷാരൂഖ് സ്വപ്നം കണ്ടതിലും പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു താരത്തിൻ്റെ ഉയർച്ച. മറ്റ് നടന്മാരെയെല്ലാം പിന്തള്ളിയുള്ള ഷാരൂഖിൻ്റെ ജൈത്രയാത്രയായിരുന്നു അത്. ഷാരൂഖ് ഖാൻ്റെ അഭിനയത്തെക്കാൾ ആളുകളെ അതിശയിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമായിരുന്നു. സാധാരണക്കാരോട് പെരുമാറുന്ന രീതി പ്രശംസകൾ കൊണ്ട് മൂടപ്പെട്ടു. കുടുംബത്തിൻ്റെയോ മറ്റാരുടെയും തന്നെ സഹായമോ സ്വാധീനമോ ഒന്നും തന്നെ ഇല്ലാതെ കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന നടൻ ആയതുകൊണ്ട് തന്നെ എല്ലാ തട്ടിലുമുള്ളവരെ ഒരുപോലെ കാണാൻ അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തെരുവിൽ കിടക്കുന്ന ഭിക്ഷക്കാരൻ്റെ തലയണക്കടിയിൽ പണം വെച്ചു പോകുന്ന ശീലമൊക്കെ ഷാരൂഖിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പെരുമാറ്റ രീതി അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കി. ഒന്നും ഇല്ലാത്തിടത്ത് നിന്ന് വന്ന് ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയ നടനാണ് ഷാരൂഖ് ഖാൻ. മന്നത്ത് എന്ന ഷാരൂഖ് ഖാൻ്റെ വീട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 10 വീടുകളിൽ ഒന്നാണ്. മന്നത്ത് വീട്ടിലെ ബാത്റൂം 10 ആഡംബര മുറികൾക്ക് സമമാണെന്നാണ് പറയപ്പെടുന്നത്. താൻ അവസരം ചോദിച്ചു നടന്ന കാലത്ത് ബക്കറ്റുമായി ബാത്റൂമിന് മുന്നിൽ ക്യൂ നിന്ന വേദനയിൽ നിന്നാണ് ഇത്രയും വലിയ ബാത്റൂം ഡിസൈൻ ചെയ്തതെന്നാണ് ഷാരൂഖ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷാരൂഖ് തന്റെ ആദ്യ സിനിമയിൽ തന്നെ നല്ലൊരു പ്രണയ നായകനാണെന്ന് തെളിയിച്ചു. പിന്നീട് അങ്ങോട്ട് ഷാരൂഖിന്റെ എല്ലാ പ്രണയ സിനിമകളും ഇന്നും മറക്കാൻ കഴിയാത്തതാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, കുച്ച് കുച്ച് ഹോത്താ ഹേ, ചക് ദേ ഇന്ത്യ, ഓം ശാന്തി ഓം, രബ്നെ ബനാതി ജോഡി തുടങ്ങിയവ ബോളിവുഡിലെ വൻ പ്രണയ വിജയ ചിത്രങ്ങളാണ്. എന്നാൽ സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും പ്രണയ നായകൻ തന്നെയാണ് അന്നും ഇന്നും ഷാരൂഖ്. 1965 നവംബർ 2 ഒരിടത്തരം കുടുംബത്തിൽ ജനിച്ച ഷാരൂഖ് ഗൗരിയെ ആദ്യമായി കാണുന്നത് 1984 അദ്ദേഹത്തിന് അന്ന് 18 വയസ്സായിരുന്നു. ഗൗരിക്ക് 14 വയസ്സും. അവളുടെ സുഹൃത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു പാർട്ടിയിൽ വെച്ച് അദ്ദേഹം അവളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഷാരൂഖിന്റെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു ഗൗരി. ഗൗരിയുടെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് ഷാരൂഖ് അപ്പോൾ തന്നെ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ഗൗരിയോട് നേരിട്ട് ചോദിക്കാൻ ഷാരൂഖിന് ഭയങ്കര പേടിയുമായിരുന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് ഗൗരിയോട് ചോദിച്ചു, എൻ്റെ കൂടെ നൃത്തം ചെയ്യാമോ എന്ന്. എന്നാൽ ഗൗരിയുടെ മറുപടി ഷാരൂഖിനെ ഞെട്ടിച്ചു കളഞ്ഞു. അവൾ തൻ്റെ കാമുകന് വേണ്ടി കാത്തിരിക്കുകയാണെന്നായിരുന്നു ഗൗരിയുടെ മറുപടി. എന്നാൽ സത്യത്തിൽ ഗൗരി ഒരു കള്ളം പറഞ്ഞതായിരുന്നു. കാമുകനെ ആയിരുന്നില്ല അവൾ കാത്തിരുന്നത്, സഹോദരനെ ആയിരുന്നു. ആ സത്യം പിന്നീട് ഒരിക്കൽ ഷാരൂഖ് അറിയുകയും ചെയ്തു. തൻ്റെ മനസ്സിലെ പ്രണയം ഗൗരിയെ അറിയിക്കണമെന്ന് ഷാരൂഖ് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഗൗരിയോട് സത്യം തുറന്നു പറഞ്ഞു. അപ്പോഴും ഗൗരി ഷാരൂഖ് ഖാനെ നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഷാരൂഖിൻ്റെ സ്നേഹത്തിനും റൊമാൻസിനും മുന്നിൽ അധികം നാൾ ഗൗരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഗൗരിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് ഗൗരിയുടെ വീട്ടിലേക്ക് ഷാരൂഖ് എന്നും വിളിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ പരസ്പര പ്രണയം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഒരു ദിവസം അവരുടെ ബന്ധം ഗൗരിയുടെ വീട്ടുകാർ അറിഞ്ഞു. ഒരു ഹിന്ദുവായ ഗൗരി ഒരു മുസ്ലിം പയ്യനെ പ്രണയിക്കുന്നു എന്നറിഞ്ഞ വീട്ടുകാർ ഗൗരിയെ ഒരുപാട് ശകാരിച്ചു. ഈ ബന്ധം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് വീട്ടുകാർ ഗൗരിയോട് ഉറപ്പു പറഞ്ഞു. വീട്ടുകാരുടെ ഭീഷണിയിൽ ഭയന്ന് ഗൗരി ഷാരൂഖുമായി പതുക്കെ അകലാമെന്ന് തീരുമാനിച്ചു.
അങ്ങനെ ഒരു ദിവസം ഷാരൂഖിൻ്റെ ജന്മദിനത്തിൽ രണ്ടുപേരും ഒരുമിച്ച് ആഘോഷിച്ചതിന് ശേഷം ഷാരൂഖിനോട് ഒന്നും പറയാതെ സുഹൃത്തുക്കളോടൊപ്പം മുംബൈയിലേക്ക് പോയി. ഗൗരിയുടെ അകൽച്ച ഷാരൂഖിനെ ഭ്രാന്തനാക്കി. അപ്പോഴാണ് തൻ്റെ പ്രണയം നഷ്ടപ്പെടുമോ എന്ന ഭയം ശരിക്കും ഷാരൂഖിനെ അലട്ടിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ. ഒടുവിൽ തൻ്റെ പ്രണയത്തെക്കുറിച്ച് അമ്മയോട് തുറന്നു പറഞ്ഞു. അമ്മ മകൻ്റെ മനസ്സിലെ പ്രണയം മനസ്സിലാക്കി ചേർത്ത് പിടിച്ചു. 10,000 രൂപയെടുത്ത് മകൻ്റെ കയ്യിൽ കൊടുത്ത് മുംബൈയിൽ പോയി ഗൗരിയെ അന്വേഷിക്കുകയെന്നും പറഞ്ഞു. കേട്ടയുടനെ ഷാരൂഖ് സുഹൃത്തുക്കൾക്കൊപ്പം മുംബൈയിലേക്ക് പുറപ്പെട്ടു. ഗൗരിയെ എവിടെ കണ്ടെത്തുമെന്നറിയാതെ അവർ നഗരം മുഴുവൻ തിരഞ്ഞു. പക്ഷേ ഭാഗ്യമുണ്ടായില്ല. എൻ്റെ ഗൗരിയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് ഷാരൂഖ് വിശ്വസിച്ചു. മടങ്ങിപ്പോകാൻ തീരുമാനിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഗൗരിക്ക് കടൽത്തീരം വലിയ ഇഷ്ടമാണ്. അവിടെ കൂടി അന്വേഷിച്ച് കളയാമെന്ന് കരുതി കടൽത്തീരങ്ങളിൽ പോയി അന്വേഷിച്ചു. ഒടുവിൽ നിൽക്കുന്നു തൻ്റെ ഗൗരി മുന്നിൽ തന്നെ. ഷാരൂഖിൻ്റെ ആത്മാർത്ഥ പ്രണയം തിരിച്ചറിഞ്ഞ ഗൗരിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഷാരൂഖിൻ്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോവുകയായിരുന്നു. ഗൗരിയെ വിവാഹം കഴിക്കണമെന്ന് ഷാരൂഖ് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനു കഴിയില്ല, എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നായിരുന്നു ഗൗരിയുടെ മറുപടി. വീണ്ടും നിരാശയോടെ ഗൗരിയെ വിട്ട് തിരിച്ചു പോവുകയാണ് ഷാരൂഖ് പിന്നീട് ചെയ്തത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഷാരൂഖിന് ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചടി തന്നെ സംഭവിച്ചു. അമ്മ മരിച്ചു. ഗൗരിയെ നഷ്ടപ്പെട്ടതിന് ദുഃഖം മാറുന്നതിന് മുൻപാണ് അമ്മയെയും നഷ്ടപ്പെട്ടത്. ദുഃഖങ്ങൾ താങ്ങാനാവാതെ ഷാരൂഖിനെ വീണ്ടും ഭ്രാന്തനാക്കി. എന്നാൽ ഇതറിഞ്ഞ ഗൗരിക്കും താങ്ങാനായില്ല. സ്വന്തം വീട്ടുകാരെ മറികടന്നുകൊണ്ട് അവൾ വീണ്ടും ഷാരൂഖിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുകയായിരുന്നു. എന്നാൽ കർശനമായ ഹിന്ദു കുടുംബമായിരുന്നു ഗൗരിയുടേത്. വീടിനുള്ളിൽ ക്ഷേത്രം വരെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുടുംബത്തിലെ പെണ്ണ് ഒരു മുസ്ലിം പയ്യനെ വിവാഹം കഴിക്കുക എന്നത് ഗൗരിയുടെ അച്ഛന് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരുന്നു. മകളുടെ പക്വതയില്ലായ്മയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്ന് തന്നെ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഷാരൂഖിൻ്റെ സ്നേഹത്തിന് മുൻപിലും പെരുമാറ്റത്തിന് മുൻപിലും ഗൗരിയുടെ അച്ഛനും തോറ്റുപോവുകയായിരുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ മകളെ ഷാരൂഖിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1991 ഒക്ടോബർ 25 ഹിന്ദു ആചാരപ്രകാരം ഇരുവരും വിവാഹിതരായി. ഷാരൂഖിന് തൻ്റെ മകളെ കൊടുത്തതിൽ ഒട്ടും ദുഃഖിക്കാനില്ല, ഭാഗ്യം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഗൗരിയുടെ അച്ഛൻ പിന്നീട് തിരിച്ചറിയുകയും ചെയ്തു.